ഹലോ, വെൽക്കം ടു പ്രസീസ് കിച്ചൺ. ഞാനിന്ന് പറയാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിലൊരു താറാവ് റോസ്റ്റ്. അതിനുള്ള സാധനങ്ങൾ നമ്മൾ വേണ്ടത് അരിഞ്ഞു വെക്കണം. അരിഞ്ഞു വെച്ചതിന് ശേഷം താറാവ് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് വേപ്പില, ഇത്രയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. 3 വിസിൽ കൊണ്ട് താറാവ് റെഡിയായി കിട്ടും, വെന്ത് കിട്ടും. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടുക, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇത്രയിട്ട് നല്ലതുപോലെ വഴറ്റണം. അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതിടുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. അതിനുശേഷം കൂട്ടിലേക്ക് സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റണം. സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ആ ടൈമിൽ ഒരു പാത്രത്തിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത കൂട്ട് അടുപ്പത്തിരിക്കുന്ന സവാളയൊക്കെ വഴരാൻ വെച്ചിട്ടുണ്ടല്ലോ, വഴന്ന് കഴിയുമ്പോൾ ഈ കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. വേണമെങ്കിൽ 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇപ്പം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പം ആ പച്ചമണം നല്ലതുപോലെ മാറട്ടെ. ആ കൂട്ടിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടോളൂ. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ നല്ലതുപോലെ വഴന്ന് തോന്നിക്കഴിയുമ്പം വെന്ത് ഇരിക്കുന്ന താറാവ് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പോരാത്ത ഉപ്പ് ഇടുക, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. സൂപ്പർ ടേസ്റ്റിലൊരു താറാവ് റെഡി.